48 MLA-മാരെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കർണാടകയെ പിടിച്ചുകുലുക്കി ഹണി ട്രാപ്പ് ആരോപണം. കർണാടകയിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഹണി ട്രാപ്പ് ആരോപണം. സംസ്ഥാനത്തെ 48 MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുണ്ടെന്ന കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണയുടെ ആരോപണമാണ് വിവാദങ്ങൾക്ക് കാരണം. തന്നെയും ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തണം. ഇതിനായി സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. MLA-മാരെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന മന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കർണാടക നിയമസഭയിൽ വൻ പ്രതിപക്ഷ ബഹളം ഉടലെടുത്തു. സീഡികൾ ഉയർത്തിക്കാട്ടിയും സ്പീക്കർക്ക് നേരെ കടലാസ് കീറിയെറിഞ്ഞും പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തി. മന്ത്രി പരാതി നൽകിയാൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ ഇന്നലെ വെളിപ്പെടുത്തിയത്. ഒരു മന്ത്രിക്ക് നേരെ ഹണി ട്രാപ്പ് നടന്നെന്ന് മന്ത്രി സജീഷ് ജർക്കിഹോളി വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് ഹണി ട്രാപ്പ് സീഡികളും പെൻഡ്രൈവുകളും കൊണ്ട് നിറഞ്ഞു. ഇതിന് പിന്നാലെ നടന്മാരെയും സംവിധായകരെയും കണ്ടെത്തണമെന്നും രാജണ്ണ പറഞ്ഞു. എന്തുകൊണ്ട് അന്വേഷണമില്ലെന്ന ചോദ്യമാണ് BJP JDS MLA-മാർ ഇന്ന് സഭയ്ക്കുള്ളിൽ ഉയർത്തിയത്. ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിനിടെ പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ പരാതി കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞു. ഇതിൽ തൃപ്തരാവാത്ത പ്രതിപക്ഷം പിന്നാലെ നടുത്തളത്തിലിറങ്ങി. സീഡികൾ ഉയർത്തിക്കാട്ടി വെല്ലുവിളിച്ചു. സ്പീക്കർക്ക് നേരെ കടലാസുകൾ കീറിയെറിഞ്ഞു. ഭരണപക്ഷ MLA-മാരെ ഹണി ട്രാപ്പിൽ കുരുക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന ഒരാളാണെന്നും BJP MLA-മാർ ആരോപിച്ചു.